പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർ ട്രിഗർ ചെയ്യാനുണ്ടായ ഇടയായ കാരണം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് കൃഷ്ണകുമാർ സ്ത്രീ സംരക്ഷക വേഷം കെട്ടി പാലക്കാട് നടത്തിയിട്ടുള്ള സമരാഭാസങ്ങളാണ്. അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണകുമാറിൽ നിന്ന് സമാനമായിട്ടുള്ള അനുഭവം നേരിട്ടിട്ടുള്ള ഒരാൾ അവർക്ക് ട്രിഗർ ചെയ്യും എന്നതിൽ വലിയ സംശയമുണ്ടോ? സ്വാഭാവികമായിട്ട് അവർ ട്രിഗേർഡായി. അവർ അതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരനെ സമീപിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രിയെയും അവർ സമീപിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അതിന് ധാരണയില്ല. അത് സംബന്ധിച്ചൊരു അന്വേഷണം നടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു, എൻ്റെ പേരിൽ ഒരു അന്വേഷണമില്ല, ഞാൻ ക്ലീൻ ആണ്, എനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയെന്ന് അവകാശപ്പെടുന്നത് തെറ്റാണ്. അന്വേഷണം സ്റ്റിൽ ഗോയിങ് ഓൺ, നടക്കുന്നുണ്ട്. ഇനി BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങളുടെ സഹഭാരവാഹിക്ക് നേരെ, കോർ കമ്മിറ്റി അംഗത്തിന് നേരെ ഒരു ലൈംഗിക അസോൾട്ട് കേസ്, നിങ്ങളുടെ ഒരു പരാതി നിങ്ങളെ കൈവശം ഇരിക്കുകയാണ്, ഡിജിറ്റൽ എവിഡൻസ് ആയിട്ടിരിക്കുകയാണ്, തെളിവ് സഹിതം ഇരിക്കുകയാണ്. തെളിവാണത്, നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. ഇത്തരം സാഹചര്യത്തിൽ നിയമപരമായി നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. അത് നിങ്ങൾ പോലീസിന് കൈമാറൂ. BJPയുടെ സംസ്ഥാന നേതൃത്വം എന്താ പോലീസിന് കൈമാറാത്തത്? അതല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്യാതെ BJPയുടെ കോർ കമ്മിറ്റിയിൽ ഒരു ചർച്ച പോലും നടത്താതെ, BJPയുടെ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഒരു ആലോചന നടത്താതെ ഇന്നലെ BJPയുടെ ചില നേതാക്കൾ വന്നിരുന്ന് ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ വലിയ കഷ്ടമാണ് തോന്നുന്നത്. കേരളത്തിൽ ഇതുപോലൊരു പെൺകുട്ടി, അവരുടെ പാർട്ടിയിൽപ്പെട്ട ഒരു പെൺകുട്ടി, അവരുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടി, RSSനെയും BJPയെയും അന്ധമായി വിശ്വസിച്ചൊരു പെൺകുട്ടി, അവരുടെ നേതൃത്വത്തിന് ഒരു പരാതി കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനാണ് ഇന്നലെ മുഴുവൻ ശ്രമിച്ചത്. BJP നേതൃത്വം കേരളത്തിൽ ഇരയോടൊപ്പം നിൽക്കാതെ വേട്ടക്കാരനോടൊപ്പം വേട്ടക്കിറങ്ങിയ കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. ഇത് രാജ്യത്തും ഇത് തന്നെയാണല്ലോ സംഭവിച്ചത്. ബ്രിജ്ഭൂഷണിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? യെദ്യൂരപ്പയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? BJP നേതൃത്വം സമാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ സമാനമായിട്ടുള്ള ഒരു ആരോപണം വന്നല്ലോ. എന്താ BJP നേതൃത്വം ചെയ്തത്? ഇന്നും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കേരളത്തിലെ BJP നേതാവായി കേരളത്തിൽ നിന്ന് പോയി ഭരണഘടനാ നേതൃത്വത്തിലെത്തി ഇന്നും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക അപവാദ കേസ് വന്നിട്ട്, അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് കേസ് വന്നിട്ട്, അതും അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രിമൈസസിന്റെ അകത്തുനിന്ന് വന്നിട്ട് BJP നേതൃത്വം ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ BJP നേതൃത്വത്തിൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് ഇതാണ് എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. BJP നേതൃത്വം, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇക്കാര്യത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് കേരളത്തിലെ സ്ത്രീ സമൂഹം വിശിഷ്യ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ സംഘടനാപരമായ നടപടിയെടുക്കാനും അന്വേഷണം നടത്താനും ലഭിച്ച പരാതി രാജ്യത്തെ നിയമാനുസൃതം പോലീസിന് കൈമാറാനും തയ്യാറാവാം.